ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ സ്വീറ്റ് അമ്പഴത്തിൻ്റെ ചെടിയാണ്. ഇത് മാത്രമല്ല, എനിക്ക് വളരെ കുറച്ച് പഴച്ചെടികളും കുറച്ച് പച്ചക്കറികളും കുറച്ച് പൂച്ചെടികളുമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെടികൾക്ക് ഞാൻ കൊടുക്കുന്ന ജൈവ വളങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് പല പല എപ്പിസോഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഒരുപാട് വളങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ച് പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ കിച്ചൺ വേസ്റ്റൊക്കെ പല രീതിയിലാക്കി നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ചെടികൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ന്യൂട്രീഷൻ ചായയെക്കുറിച്ചിട്ടാണ്. ചെടികൾ നന്നായി വളരാനും പൂക്കൾ ഉണ്ടാവാനും ആ പൂക്കൾ കായയാവാനുമൊക്കെ നല്ലതാണ് ഈ വളം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേ കിച്ചൺ വേസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിത്തോല്, സവാളത്തോല്, വെളുത്തുള്ളിയുടെ തോല്, ഉരുളക്കിഴങ്ങിൻ്റെ തോല്, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി വേണ്ടത് അടുപ്പത്ത് വെക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഈ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ വേസ്റ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചെടുക്കുന്നത്. ആവശ്യാനുസരണം എല്ലാവർക്കും എടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ ചായയുടെ മെയിൻ ഘടകമായ ചായപ്പൊടിയാണ്. കണ്ടില്ലേ, ചായപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ന്യൂട്രീഷൻ ടീ ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് അടപ്പ് ഓഫ് ചെയ്ത ശേഷം തണുത്ത് ഒരു 2-3 ദിവസത്തേക്ക് അടച്ച് വയ്ക്കണം. ഇപ്പോൾ ഒഴിക്കാൻ പാടില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 3 ദിവസത്തിന് ശേഷം നോക്കാം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നന്നായി അമർത്തി അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ന്യൂട്രീഷൻ ടീ ചെടികൾക്കുള്ള. ഇനി ഇതൊരു 5 ഇരട്ടി വെള്ളം ആക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് അരിച്ചെടുക്കുന്ന ചണ്ടി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിലോ വാഴയുടെ ചുവട്ടിലോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പോസ്റ്റിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടിയോ ചകിരിച്ചോറോ അല്ലെങ്കിൽ മണ്ണോ ഇട്ട് മൂടി വയ്ക്കാം. ഇത് അലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടിക്കോളും. ഈ കമ്പോസ്റ്റൊക്കെ വളരെ ഈസിയായി തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. പുതിയതായിട്ട് കാണുന്ന ആളുകളൊക്കെ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്രീഷൻ ടീ. അപ്പോൾ വലിയ ചെടികൾക്ക് 5 ഇരട്ടി വെള്ളവും ചെറിയ ചെടികൾക്ക് ഒരു 10 ഇരട്ടി വെള്ളവും ചേർത്ത് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. പറ്റുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.